പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 3 ചോദ്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു 3 ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ധാരാളം ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് നിങ്ങൾ കേൾക്കും. കാരണം ഇതിനകത്ത് ചിലപ്പോൾ കുക്കറിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും, അടുക്കളയിൽ നിന്നുള്ള ബഹളം ഉണ്ടായിരിക്കും. പിന്നെ 4 വയസ്സുള്ള ഒരു കുരുപ്പിനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഇടയ്ക്ക് എഴുന്നേറ്റ് വരും, അച്ഛാന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരും. ഭയങ്കര എന്തെങ്കിലുമൊക്കെ നോയ്സോ ഡിസ്റ്റർബൻസോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. കാരണം പഠിക്കാൻ വന്നിരിക്കുന്നവൻ അതിൻ്റെ കാര്യം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതാ ആദ്യത്തെ ചോദ്യം. ഒരു സെക്കൻഡേ. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇതാ നോക്കിക്കോ. A:B എന്ന് പറയുന്നത് 2:5 ആണ്. B:C എന്ന് പറയുന്നത് 4:3 ആണ്. ആയാൽ A:B:C എത്ര? അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേര് കാണും. അറിയാവുന്നവരുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയിട്ട് പൊക്കും. ഇത് എൻ്റെ വീഡിയോ ആകെപ്പാടെ 50 പേരാണ് കാണുന്നത്. ആ 50 പേർക്ക് അതിനകത്ത് ഒരു 10 പേർക്ക് ഇത് അറിയാത്തതായിരിക്കും. അപ്പം അവർക്ക് അതുകൊണ്ടാണല്ലോ അവരിത് വന്ന് കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേറെ പണിയില്ലേ. ഈ 50 പേർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 50 ഇപ്പം ഈ വീഡിയോക്ക് ചിലപ്പോൾ 50 കാണത്തില്ല, 10 പേരായിരിക്കും കാണുന്നത്. ആ 10 പേര് 2 പേർക്കെങ്കിലും ഇത് അറിയാത്തതുണ്ടായിരിക്കും. ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയാം എന്നുള്ളവർ ഇത് ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോവുക. കാരണം ഇതിനകത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുക. അല്ലാതെയുള്ള ചോദ്യങ്ങളൊക്കെ പുറകെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് ഒന്നുകൂടെ കാണുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ നിർത്തിയിട്ട് പോകാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചോദ്യം നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് A:B:C ആണ് വേണ്ടത്. നമ്മൾ A:B:C എന്ന് അങ്ങോട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. A:B 2:5 അല്ലേ, എടുത്ത് ഇതിൻ്റെ താഴെ അങ്ങോട്ട് എഴുതുക. ഇനി B:C 4:3 ആണ്. അത് എടുത്ത് ഇതേപോലെ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഓക്കെ, ഇനി വളരെ സിമ്പിളാണ്. മലയാളത്തിലെ ഗ എന്ന അക്ഷരം അങ്ങോട്ട് എഴുതുക. ഗ പോലെ ഗുണിച്ചാൽ മതി. അതായത് 2 × 4 എത്ര കിട്ടും? 8. അതായത് ഗ പോകുന്ന വഴിക്കല്ല അങ്ങ് ഗുണിക്കുക. പിന്നെ ഗ 4 ൽ നിന്ന് 5 പോയില്ലേ, 4 × 5 എത്ര കിട്ടി? 20. പിന്നെ ഗ 5 ൽ നിന്ന് 3 വന്നു, 5 × 3 15. ദാ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ദാ കിട്ടി 8:20:15. നമ്മുടെ ആൻസർ റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തിൽ ഓർത്തിരിക്കാനുണ്ട്. അപ്പോൾ ഈ ഗ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കും, താൻ പറഞ്ഞൊക്കെ ഓക്കെ, ഇയാൾ പറഞ്ഞൊക്കെ ഞാൻ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് A:B 2:5. ഓക്കെ, B:C 4:3. C:D കൂടെ അവന്മാർ നമുക്ക് തന്നു. 1:2 എന്ന് തന്നു. എന്തോ ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് ചോദിക്കുകയാണ് A:B:C:D കണ്ടുപിടിക്കാൻ. എന്തോ ചെയ്താൽ മതി? A:B എത്രയാണ്? 2:5. B:C എത്ര? 4:3. C:D എത്രയാണ്? 1:2. ഇങ്ങനല്ലേ തന്നേക്കുന്നത്? അതെ, വര വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഏത് അക്ഷരം എഴുതും? ഗായോ ഇഖായോ ഇച്ചായോ ഇഞ്ഞായോ ഇസായോ ഒന്നും എഴുതിയോണ്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇല്ലാത്തടത്തെല്ലാം ഓരോ വട്ടം വരയ്ക്കാം. ഓരോ ആളുകൾ ഇല്ലാത്തടത്തെല്ലാം ഓരോ വട്ടം വരച്ചിടുക. എന്നിട്ട് അവിടെ എന്ത് വരും ചോദിച്ചാൽ തൊട്ടിപ്പുറത്തുള്ള നമ്പർ എടുത്ത് എഴുതുക. അതായത് ഈ ആദ്യത്തെ സിയുടെ താഴെയുള്ള വട്ടം നോക്കുക. തൊട്ടിപ്പുറത്ത് ഈ വട്ടത്തിന് തൊട്ടിപ്പുറത്തുള്ള 5 ആണ്, അതെടുത്ത് അങ്ങോട്ട് എഴുതുക. ഡിയുടെ താഴെയുള്ള വട്ടം നോക്കുക, അതിന് തൊട്ടിപ്പുറത്തുള്ളത് 5 ആണ്. ഈ വട്ടം നോക്കുക, ഇവിടെ 3 വരും, ഇവിടെ 4 വരും, ഇവിടെ 1 വരും, ഇവിടെ 1 വരും. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ താഴോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 8 × 1 8. 5 × 4 × 1 20. 5 × 3 × 1 15. 5 × 3 15 × 2 30. ദാ കിടക്കുന്നു നിങ്ങളുടെ ആൻസർ. 8:20:15:30. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ മുമ്പത്തെ ചോദ്യം നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ദാ ഇവിടെ വട്ടമിടുക, ഇവിടെ ആര് വരും? തൊട്ടിപ്പുറത്തുള്ള 5നെ എടുത്ത് അങ്ങോട്ട് എഴുതുക. ഇവിടെ ആര് വരും? തൊട്ടിപ്പുറത്തുള്ള 4നെ എടുത്ത് എഴുതുക. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 8. 5 × 4 20. 5 × 3 15. ദാ കിടക്കുന്നു ആൻസർ. സോ സിമ്പിൾ. അപ്പോൾ ഇനി A:B:C:Z വരെ ചോദിച്ചാലും നമുക്കൊക്കെ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ചിത്രത്തിലെ രൂപത്തിന്റെ പരപ്പളവ് കാണുക. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ? ഏരിയ കാണുക. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ. അപ്പോൾ നമുക്ക് വേണ്ടത് പരപ്പളവാണ്, ഏരിയ കാണുക. ഏരിയ കാണുന്നത് എങ്ങനെയാണ്? റെക്റ്റാങ്കിളിന്റെ. ഇത് റെക്റ്റാങ്കിൾ അല്ലേ, സമചതുരം അല്ലാത്ത സാധനമാണല്ലോ റെക്റ്റാങ്കിൾ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നീളം ഗുണം വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇതിന്റെ പരപ്പളവ് എങ്ങനെ കാണും? ഈ സാധനം താഴോട്ട് ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 റെക്റ്റാങ്കിൾ കിട്ടത്തില്ലേടേ?
ഒന്നാമത്തേതും രണ്ടാമത്തേതും. അതിൽ ഒന്നാമത്തേൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. നീളം എത്രയാണ്? 10. വീതി എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടെ വരെ 3. അപ്പോൾ 10 × 3 എത്ര കിട്ടി? 30. ഓക്കെ. ഇനി രണ്ടാമത്തെ റെക്ടാങ്കിളിൻ്റെ എന്താണ്? അതിന് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. നോക്കിയേ, ചെറിയ സാധനമല്ലേ, ചെറിയ റെക്ടാങ്കിൾ അല്ലേ. ഇത് മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്രയാണ്? 6 ഇത് ഇത്ര 6, ഇത് 3. അപ്പോൾ ഈ 6 ൽ നിന്ന് 3 കുറച്ചാൽ ഇത് 3 സെന്റിമീറ്റർ അല്ലേ. അരിയാഹാരം കഴിക്കുന്ന ഏത് കുഞ്ഞും 3 സെന്റിമീറ്റർ ആണെന്ന് പറയും. അപ്പോൾ 6 ൽ നിന്ന് 3 കുറച്ചാൽ 3. അപ്പോൾ 3 × വീതി എത്ര? 2. 3 × 2 എത്ര? 6. 36 കൂട്ടി എത്ര കിട്ടും? 36 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ എങ്ങാനും കിടപ്പുണ്ടോ സാധനം? ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി. സോ ആൻസർ എത്ര? 36 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ആൻസർ കറക്റ്റാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം അതിനേക്കാൾ സിമ്പിളാണ്. പിടിച്ചോ. 1 and 2/3 plus 2 and 1/2 plus 3 and 1/3. വളരെ എളുപ്പമാണ്. സാധാരണ ഇത് എല്ലാവരും ഇതിനെ ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ചിലർ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ടൊക്കെ ചെയ്യും. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. വളരെ എളുപ്പമാണ്. ഇതിനകത്തിലെ പൂർണ്ണസംഖ്യകൾ എടുത്ത് കൂട്ടുക. 1 + 2 + 3 എത്ര കിട്ടും? 2 1 3 3 6 കിട്ടത്തില്ലേ മക്കളെ? യെസ്. പിന്നെ ഇതിനകത്ത് നോക്കുക, ഫ്രാക്ഷൻസ് എടുത്ത് കൂട്ടുക. 2/3 1/3 1/2 കൂടെ കൂട്ടുക. അതിനകത്തിൽ കോമൺ ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് കൂട്ടുക. ഇവിടെ നോക്കിക്കേ, 2/3 1/3. 2/3 + 1/3 എന്ന് പറഞ്ഞാൽ എന്തോന്നാ? 3 കോമൺ ആയിട്ട് അങ്ങ് എടുക്കുക. 2 1 3. 3/3 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഈ 6ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും. പിന്നെ ബാക്കി ആരാ ഉള്ളത്? യവൻ മാത്രമല്ലേ ഉള്ളൂ. 1/2 അല്ലേ ഉള്ളൂ. 7ന്റെ കൂടെ 1/2 കൂട്ടിയാൽ 7/2. ഇതാ കിടക്കുന്നത് നിങ്ങളുടെ ആൻസർ. സോ 7 and 1/2 7.5. അപ്പൊ ഇത് പേനയും പേപ്പറും എടുക്കുക. പേനയും പേപ്പറും അമ്പും മില്ലും ഒന്നും എടുക്കാതെ തന്നെ ഇത് ചെയ്യാം. എന്തോ ആദ്യം പൂർണ്ണസംഖ്യകൾ തമ്മിൽ കൂട്ടുക. 1 2 3 3 6. ഓക്കെ. പിന്നെ കോമൺ ഡിനോമിനേറ്റർ ഉള്ളത് 2/3 1/3. 3 കോമൺ ആയിട്ട് എഴുതുക. 2 1 3. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. അപ്പൊ 6 1 7. പിന്നെ ഈ അര മാത്രമല്ലേ ഉള്ളൂ. 7ന്റെ കൂടെ അര കൂട്ടിയാൽ 7.5. ആൻസർ കിട്ടി. സോ ആൻസർ എത്രയാണ്? 7 and 1/2 അല്ലെങ്കിൽ 7.5. അപ്പോൾ ഇന്നത്തെ 3 ചോദ്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പിന്നെ ഒരു കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനകത്തിൽ ഒരു വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി ഫോളോ ചെയ്താൽ എന്തോ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നോട്ടോ മെറ്റീരിയൽസോ ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ ചാനൽ മാത്സ് മാത്രമായിരിക്കത്തില്ല. ചാനൽ മാത്സ് മാത്രം പഠിപ്പിക്കുന്ന ചാനലൊന്നും അല്ല. ഇതിൽ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ട എല്ലാ ഗണിതാപ്പും ഇതിനകത്തിലുണ്ടായിരിക്കും. എപ്പോൾ എന്ന് വരുമെന്നൊന്നും പറയാനൊക്കത്തില്ല. പക്ഷേ എന്തായാലും നിങ്ങളുടെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ഒരുവിധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഇതിനകത്ത് കൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. എൻ്റെ സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ ഇതേപോലെ 3 ചോദ്യങ്ങളുമായിട്ട് കാണാം.